എനിക്ക് ഈ ലഹരി വിൽപ്പനക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം, നിങ്ങളിത് നിർത്തണം. നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, നിർത്തുന്നില്ല എങ്കിൽ നിയമത്തിൻ്റെ കരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ദൗത്യമാണ്. ഞാൻ 14 ജില്ലകളിലും ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ മന്ത്രിയായിരുന്നില്ല. കേരളത്തിലെ 14 ജില്ലകളിലും മയക്കുമരുന്നിനെതിരായി നടത്തിയ വാക്കത്തോണിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പാർട്ടികളിൽപ്പെട്ട ആളുകളും അതിനോട് സഹകരിക്കുകയുണ്ടായി. എല്ലാവരും ഇതൊരു സോഷ്യൽ കൺസേണായി കണ്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഈ വാക്കത്തോണിൽ പങ്കെടുത്തത്. അമ്മമാർ, സഹോദരിമാർ മക്കളെ സ്കൂളിൽ അയച്ചിട്ട് നെഞ്ചിൽ തീയുമായി കഴിയുന്ന അമ്മമാരുടെ ദുഃഖം എനിക്ക് കാണാൻ കഴിഞ്ഞു. സഹോദരിമാരുടെ നെഞ്ചിടിപ്പ് കേൾക്കാൻ കഴിഞ്ഞു. മക്കളെ പറ്റി വേദനിക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ നാടിനെ വിഴുങ്ങുന്ന ഈ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് വാറാണ്. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാം ചേർന്നുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ്.